നന്ദി മണികണ്ഠൻ സാർ. ആദ്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു നല്ല വൈകുന്നേരം ചെലവഴിക്കാൻ എനിക്ക് അവസരം തന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കഴക്കൂട്ടം മേഖലയ്ക്ക് ആദ്യമായിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം കുട്ടികളോട് സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ യുവത്വത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് കൂടിയുണ്ട്. അപ്പം കുട്ടികളുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഒരു ഇന്ററാക്ഷൻ ഒക്കെ ആവാം. പക്ഷെ ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അതിനുശേഷം നമുക്ക് നേരത്തെ മണികണ്ഠൻ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഒരു ചർച്ചയൊക്കെ ആവാം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന രണ്ട് മഹത് വ്യക്തികളെ കുറിച്ചാണ്. അവരുടെ തന്നെ മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമുക്ക് അതുപോലെ തന്നെ വലിയ കാര്യങ്ങളിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തികളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ രണ്ട് വ്യക്തികൾ യഥാർത്ഥത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാല് ഒരാളിപ്പോ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ ഫിസിക്സില് റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ച് സംസാരിക്കും, വേറൊരാൾ ലൈറ്റിനെ കുറിച്ചാണ് സംസാരിക്കുക. അപ്പൊ ഈ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മേഖലയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവര് രണ്ടുപേരും നവംബർ 7 ജനിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ നവംബർ 7 ജനിച്ച രണ്ട് മഹത്തായ ശാസ്ത്ര പ്രതിഭകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആള് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മേരി ക്യൂറിയാണ്. അവരുടെ യഥാർത്ഥ പേര്, അവരൊരു പോളിഷ് വനിതയാണ്. അവരുടെ യഥാർത്ഥ പേര് മരിയ സ്കൊഡോസ്ക എന്നാണ്. അപ്പോ അത് പിന്നെ അവര് വിവാഹം കഴിച്ച പിയറി ക്യൂറി പിന്നെ കൂടെ ചേരുകയാണ് ചെയ്തത്. അപ്പൊ സാധാരണ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ഭർത്താവിന്റെ ഒക്കെ പേര് ചേർക്കുന്നത് പോലെ. അപ്പൊ അങ്ങനെ ആ ഒരു തരത്തിൽ കണ്ടാൽ മതി. അങ്ങനെയാണ് മരിയ എന്നുള്ളത് ഫ്രാൻസിലേക്ക് വരുമ്പോൾ അത് മേരിയായി മാറി, അങ്ങനെ മേരി ക്യൂറിയായി. ഓക്കെ, അതാണ് ഒന്നാമത്തെ വനിത അല്ലെങ്കിൽ ഒന്നാമത്തെ ശാസ്ത്ര പ്രതിഭ. രണ്ടാമത്തെ ആള് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്വന്തം CV രാമനാണ്. CV രാമൻ, ചന്ദ്രശേഖര വെങ്കട്ടരാമൻ. അപ്പോൾ അദ്ദേഹമാണ് രണ്ടാമത്തെ വ്യക്തി. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന വളരെ എനിക്ക് തോന്നുന്നു സ്തുത്യർഹമായിട്ടുള്ള ഒരു പഠനം ഫിസിക്സ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഭൗതിക ശാസ്ത്രത്തിന്റെ പഠനത്തില് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ് CV രാമൻ. ഒരു തർക്കമില്ലാത്ത സംഭാവനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ജേർണൽ ഓഫ് ഫിസിക്സ് എന്നും പറഞ്ഞ് ഫിസിക്സിലെ മാഷന്മാരൊക്കെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. വളരെ വ്യക്തമായിട്ടുള്ള ഒരു സംഭാവനയാണ് ഈ മേഖലയിൽ അദ്ദേഹം നടത്തിയത്. അപ്പൊ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞു പറയാം. അത് ചെറിയ കാര്യങ്ങൾ. ഈ മേരി ക്യൂറി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഒരു വനിതയല്ലേ, അപ്പോ ആ വനിതയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്? ആ വനിത എന്ന് പറയുന്നത് ചില്ലറക്കാരിയൊന്നുമല്ല ഈ മേരി ക്യൂറി എന്ന് പറയുന്നത്. മേരി ക്യൂറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആദ്യമായിട്ട് ശാസ്ത്രത്തിൽ കിട്ടുന്ന പുരസ്കാരങ്ങളിൽ ഏറ്റവും വലിയ പുരസ്കാരമായിട്ട് പൊതുവെ ശാസ്ത്ര ലോകം കാണുന്ന ഒരു പുരസ്കാരമാണ് ആൽഫ്രഡ് നോബലിന്റെ പേരിലുള്ള നോബൽ പ്രൈസ്. ഓക്കെ, നോബലിന്റെ പേരിലുള്ളത് കൊണ്ട് നോബൽ പ്രൈസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ നോബൽ പ്രൈസ് ആദ്യമായിട്ട് നേടുന്ന വനിതയാണ് മേരി ക്യൂറി. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അത്ര ചില്ലറക്കാരിയൊന്നുമല്ല. പിന്നെ പഠിക്കാൻ, നിങ്ങളെപ്പോലെ ചെറുപ്പത്തില് പഠിക്കാൻ ഒരുപാട് സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പഠിക്കാൻ അവർ മിടുക്കിയല്ലാത്തത് കൊണ്ടല്ല, അവരുടെ അന്നത്തെ നിലവിലുള്ള സാഹചര്യം അവർക്ക് സ്ത്രീകൾക്ക് കോളേജിൽ പോകാനുള്ള സൗകര്യം പോളണ്ടിൽ അന്ന് ഉണ്ടായിരുന്നില്ല. അവരൊരു പോളണ്ടിലെ ജനിച്ച ആളാണ്, പോളിഷ് വനിതയാണ്. അപ്പൊ അവർക്ക് അങ്ങനെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിനെയൊക്കെ ഇത്തരത്തിലുള്ള നമ്മുടെ സാംസ്കാരികമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് വലിയൊരു നിലയിലേക്ക് എത്തിയ ഒരു സ്ത്രീ കൂടിയാണ്. അവരിപ്പോ ഫിസിക്സില് മാത്രമല്ല നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്, അവർക്ക് കെമിസ്ട്രിയിലും നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ
ഒരു വ്യത്യസ്തമായിട്ടുള്ള 2 വിഷയത്തിൽ നോബൽ പ്രൈസ് കരസ്ഥമാക്കിയ 4 പേരാണ് മൊത്തത്തിലുള്ളത്. അതിൽ ആദ്യത്തെ വനിതയാണ്, ആദ്യത്തെ വ്യക്തിയാണ് നമ്മൾ ഈ പറയുന്ന മേരി ക്യൂറി. അപ്പോ പുള്ളിക്കാരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില്ലറക്കാരിയല്ല, വളരെ കൃത്യമായിട്ടും വളരെ നിസ്തുലമായിട്ടുള്ള സംഭാവന ഈ മേഖലകളിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വലിപ്പം എത്ര വലുതെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എനിക്ക് തോന്നുന്നു കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഉദാഹരണത്തിന് നമുക്കിപ്പോ പിന്നെ രോഗം വന്നാൽ എങ്ങനെ അതിനെ ചികിത്സിക്കാം എന്നുള്ളത് പോലും ഈ പറയുന്ന മേരി ക്യൂറിന്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകളുടെ, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വനിതയാണ്. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ ഗവേഷണം കൊണ്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ ഇതിലേക്ക് അവർ വരുന്നത് എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ കഷ്ടപ്പാടിന്റെ ചരിത്രം കൂടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് കുട്ടികളെന്ന നിലയിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു വ്യത്യസ്തത മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ആദ്യ അവസാനം, ഇപ്പൊ ഉദാഹരണത്തിന് ഒരുപാട് യൂണിവേഴ്സിറ്റികളിലെ സ്ത്രീകൾക്ക് അധ്യാപകരാകാൻ കഴിയില്ലായിരുന്നു, അല്ലെങ്കിൽ റിസർച്ചേഴ്സ് ആവാൻ കഴിയില്ലായിരുന്നു, ഗവേഷകരൊന്നും ആവാൻ പറ്റില്ല, അവർക്ക് പഠനങ്ങളൊന്നും നടത്താൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇതിനെയൊക്കെ യഥാർത്ഥത്തിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് മേരി ക്യൂറി എന്ന വനിത, അല്ലെങ്കിൽ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നമ്മുടെ ശാസ്ത്ര ലോകത്തിലേക്ക് വരുന്നത്. ഇപ്പൊ ശാസ്ത്രത്തിൽ അതുകൊണ്ട് തന്നെ അവർ ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് വാങ്ങുമ്പോൾ അത് അത്ര ചെറിയ കാര്യമില്ല. കാരണം അന്ന് വരെയുള്ള ശാസ്ത്രജ്ഞ എന്ന് നമ്മൾ ആരെയും പറയുന്നില്ല, ശാസ്ത്രജ്ഞർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ശാസ്ത്രജ്ഞൻ എന്നുള്ള ആ തരത്തിലുള്ള പ്രയോഗം പോലും പുരുഷന്മാർക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലോകത്താണ് മേരി ക്യൂറി യഥാർത്ഥത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത്. അവര് പൊളോണിയം എന്ന് പറയുന്ന മൂലകം കണ്ടുപിടിച്ചിട്ട് സ്വന്തം നാടിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് ആ മൂലകത്തിന്റെ പേര് പൊളോണിയം എന്നാക്കിയത് അവര് പോളണ്ടുകാരി ആയതുകൊണ്ടാണ്. അങ്ങനെയാണ് ആ മൂലകം കണ്ടുപിടിച്ച സാധനത്തിന്റെ പേര് കൊടുത്തു പൊളോണിയം. അതുപോലെ തന്നെ അവര് റേഡിയം കണ്ടുപിടിച്ചു. അപ്പൊ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിച്ചു. ഈ റേഡിയവും പൊളോണിയവും എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട മൂലകങ്ങളാണ്. നിങ്ങൾ കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, പീരിയോഡിക് ടേബിൾസിനെ കുറിച്ചൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ 2 മൂലകങ്ങളും വളരെ പ്രധാനപ്പെട്ട റേഡിയേഷനുള്ള മൂലകങ്ങളാണ്. അപ്പൊ ഈ മൂലകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ന്യൂക്ലിയർ ഫിസിക്സിലും ക്വാണ്ടം ഫിസിക്സും ക്വാണ്ടം മെക്കാനിക്സ്, റേഡിയേഷൻ സ്റ്റഡീസ്, ഇതെല്ലാം വരുന്നത് ഈ മൂലകങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഒരുപാട് സാധനം ശാസ്ത്ര ലോകത്ത് ഒരുപാട് പഠനങ്ങൾക്ക്, പുതിയ പുതിയ ഗവേഷണങ്ങൾക്കൊക്കെ വഴി തുറന്ന ഒരു സ്ത്രീ കൂടിയാണ് അവര്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മേരി ക്യൂറി എന്ന് പറയുന്ന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ആള് ചില്ലറക്കാരിയല്ല. അവര് വളരെ മിടുക്കിയും നിങ്ങളെപ്പോലെ വളരെ കഷ്ടപ്പെട്ടുള്ള സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, സാധാരണ ചുറ്റുപാടിൽ നിന്ന് പഠിക്കാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യത്തിന് എങ്ങനെ അവര് തരണം ചെയ്തു എന്ന് ആദ്യം നോക്കാം. എന്നിട്ട് നമുക്ക് സി വി രാമനിലേക്ക് വരാം. സി വി രാമനും അതുപോലെ തന്നെയാണ്, വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ്. എന്നാൽ അത്ര കഷ്ടപ്പാട് നമ്മുടെ മരിയ സഹിച്ച അത്ര കഷ്ടപ്പാടൊന്നും എന്തായാലും സി വി രാമൻ ഇത് ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് 2 പേരുടെയും ഡിഫറൻസ്. പിന്നെ ഒരാൾ മെയിലാണ്, വേറൊരാൾ ഫീമെയിലാണ്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഇവരുടെ ഒരു പിന്നെ സാമൂഹ്യപരമായിട്ട് ഇവര് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, എന്നിട്ട് ഇവര് സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തുന്നതും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചും കൂടിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ മരിയയ്ക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അന്ന് സ്ത്രീകളെ പഠിപ്പിക്കാൻ സ്കൂൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ട് പഠിക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുമ്പോഴും അതിന് ഉള്ള സാഹചര്യം അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾ റഷ്യൻ എംപയർ എന്ന് കേട്ടിട്ടുണ്ടോ? റഷ്യൻ സാമ്രാജ്യം. റഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു അന്ന് പോളണ്ട്. ഇന്ന് സ്വതന്ത്ര രാജ്യമാണ് പോളണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യമാണ്, ഇന്ത്യയെ പോലൊരു രാജ്യമാണ് പോളണ്ട്. ആ പോളണ്ട് റഷ്യന് കീഴിലായിരുന്നു, റഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ്. അപ്പൊ അവര് പോളണ്ടിന്റെ എല്ലാ ഐഡന്റിറ്റിയും, പോളിഷുകാരെ എല്ലാം റഷ്യൻ എംപയറിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തി. ഈ ശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെതിരെ സംസാരിച്ച ആളായിരുന്നു ഈ പറയുന്ന മരിയ സ്ക്ലോഡോസ്കയുടെ ഫാദർ.
അതുപോലെ തന്നെ മതം, അവരതിനെതിരെ സംസാരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു. വളരെ മോശമായിട്ട് ഈ ഭരണകൂടത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇപ്പൊ സർക്കാരിനെതിരെ സംസാരിച്ചാൽ എന്താ ചെയ്യുക? സർക്കാർ നമുക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക. അങ്ങനെ നിയമ നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് കുറെ മക്കളുണ്ട് ഈ വീട്ടില്, ഇവർക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവര് വളരെ ബ്രൈറ്റ് ആണ്. അപ്പോ മേരി എന്താ പറഞ്ഞെന്നറിയാമോ? സിസ്റ്ററിനും പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ അവരൊരു ഒരു ഒരു ഇപ്പോൾ അറിയപ്പെടുന്ന ഫ്ലൈയിങ് സ്കൂൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫ്ലൈയിങ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ, ഫ്ലോട്ടിംഗ് യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയിൽ പോളിഷ് ആളുകൾ ഒരു ചെറിയ സർവകലാശാല മാതൃകയിലുള്ള ഒരു സംവിധാനം അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കി. അപ്പൊ ആ സ്ഥലത്താണ് മരിയ പഠിക്കാൻ പോയത്, അല്ലെങ്കിൽ മേരി പഠിക്കാൻ പോയത്. അപ്പൊ മേരി അവിടെ പഠിച്ചു, കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കിട്ടി. അപ്പൊ പിന്നെ മുന്നോട്ടുള്ള പഠനം സാധ്യമല്ല എന്ന് മനസ്സിലാക്കി. അപ്പൊ സഹോദരിക്ക് അതുപോലെ പഠിക്കണമെന്നുണ്ടായി. അപ്പൊ ഈ ചേച്ചിയും അനിയത്തിയും തമ്മിലൊരു ചെറിയ ഉടമ്പടി ഉണ്ടാക്കി. അപ്പൊ ചേച്ചിയോട് പറഞ്ഞു, നീ പാരീസിൽ പഠിക്കാൻ പോയാൽ നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ജോലി എടുക്കാം 2 വർഷത്തേക്ക്. ഓക്കെ, നിന്റെ പഠനം കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ നീ സഹായിക്കണം. അപ്പൊ ഇതായിരുന്നു രണ്ടുപേരുടെയും സഹോദരങ്ങളുടെ കരാർ. അപ്പൊ ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റർ ബ്രോണിസ്ലാവ് പഠിക്കാൻ പോവുകയും അവൾക്ക് വേണ്ടി മേരി ഒരു വീട്ടില് കുട്ടികളെ ട്യൂട്ടർ ചെയ്യുക, പഠിപ്പിക്കുക, നമ്മൾ ട്യൂഷൻ എടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ട്യൂഷൻ എടുത്തുകൊണ്ട് സഹോദരിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടി റെഡിയായി. എന്തിനു വേണ്ടിയാണ്? അത് കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് മേരി ക്യൂറി പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് പാരീസിലേക്ക് വരുന്നത്. അപ്പം പോളണ്ടിൽ നിന്ന് അവർ പാരീസിലേക്ക് വരുന്നു. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക്, പാരീസ് യൂണിവേഴ്സിറ്റി, അവിടെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവര് ഇവിടേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് പേരി ക്യൂറിന്റെ ലാബിലേക്ക് ഇവർക്കൊരു ഒരു ലാബ് അന്വേഷിച്ച് നടക്കാണ് ഈ പറയുന്ന എക്സ്പെരിമെന്റ് നടത്തുന്നതിന്. അങ്ങനെയാണ് പിയറി ക്യൂറിനെ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തിന്റെ ലാബിൽ വർക്ക് ചെയ്യുന്നതും. പിൽക്കാലത്ത് പലതവണ അദ്ദേഹത്തിന് അവരെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം പറയുകയും കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവർ ഈ പീരീഡിനിടയിലാണ് ഇവരെന്ത് ചെയ്തിരിക്കുന്നത്? പല കണ്ടെത്തലുകളും നടത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പൊളോണിയവും റേഡിയോവും ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവരുടെ ശാസ്ത്രത്തോടുള്ള ഭയങ്കര, പ്രത്യേകിച്ചും ഈ മൂലകങ്ങളോടുള്ള വലിയ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭയങ്കര സ്നേഹമോ പ്രേമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക്. അപ്പൊ ഫുൾ ടേം ഇതിലേക്കാണ് അവരുടെ താല്പര്യങ്ങൾ. അപ്പോ ഈ തരത്തിലുള്ള ഇതിലാണ് അവരുടെ ബന്ധം. അപ്പൊ ഭർത്താവിനും ഭാര്യയ്ക്കും കൂടിയാണ് 1903 ഫിസിക്സില് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തില് നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ ഇതാണ് അവരുടെ റേഡിയേഷനെ കുറിച്ചുള്ള അവരുടെ പഠനത്തിന് അപ്പോൾ പലതരത്തിലുള്ള വികിരണങ്ങളെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആക്ച്വലി ഇവർക്ക് എന്ത് കിട്ടിയത്? ഈ നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ അതിനകത്ത് പല കഥകളുണ്ട്. അപ്പം മേരി ക്യൂറിനെ ഒഴിവാക്കിക്കൊണ്ട് നോബൽ സമ്മാനം പിയറി ക്യൂറിക്കും കൊടുക്കാം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കത്ത് എഴുതുന്നുണ്ടായിരുന്നു. ആ കത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ വൈഫിന് എന്നെക്കാൾ കൂടുതൽ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് കൊടുക്കാതെ ഇത് സാധ്യമല്ല എന്നുള്ള കഥകൾ പോലും ഇതിനകത്തുണ്ട്. പക്ഷെ അതിലൊന്നും വാലിഡിറ്റി ഇല്ല. പക്ഷെ സ്റ്റിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ പോലും ഉണ്ട്. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, അത്രത്തോളം പുരുഷന്മാരാണ് സയൻസ് ഫീൽഡ് മൊത്തം അവരുടെ കൈകളിലായിരുന്നു സയൻസ് മൊത്തം. അപ്പൊ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു മേൽക്കൈയാണ്. നമുക്ക് തന്നെ അറിയാം, സ്ത്രീകൾ അടുക്കളയിൽ ഇരുന്നാൽ മതി, കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി എന്നൊക്കെയുള്ള പൊതുവായിട്ടുള്ള, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പോലും മാറാതിരിക്കുന്ന ഒരു സാഹചര്യത്തിനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ ശാസ്ത്രത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ. ഇത് ഞാൻ പറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം വളരെ ലളിതമാണ്. കാരണം എന്താ? നമ്മൾ ഇന്നും കുട്ടികളെ പെൺകുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഈ ലെക്ചർ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ക്ലാസ് എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഇപ്പോഴത്തെ നമ്മുടെ ഈ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ കണ്ടംപററി ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങളടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ, ഇപ്പൊ കേരളത്തിന്റെ കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ,
കേരളത്തിലെ എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ നേടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പ്രതിഭാധനയായ പെൺകുട്ടികൾ, ശാസ്ത്രജ്ഞകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ കുറച്ചാണ്. നമുക്കിപ്പോൾ ആരെങ്കിലും ഒരാളെ കാണിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അവരെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് ആളുകളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് പെൺകുട്ടികളാണ്. അത് ശാസ്ത്രമാകട്ടെ അല്ലാത്ത വിഷയങ്ങളാകട്ടെ. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കലാലയത്തിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് പെൺകുട്ടികളാണ്. എന്നാൽ അവരെത്ര ശാസ്ത്രജ്ഞകളായി അല്ലെങ്കിൽ ഇത്ര സയന്റിസ്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് ഞാൻ പറയുന്നത് 2020-ലാണ്. ഈ 2020-നും 130 വർഷത്തിന് മുമ്പുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് സ്ത്രീകൾക്ക് വരാനുണ്ടാകുന്ന സാഹചര്യം ഇല്ലാതിരുന്നിട്ട് കൂടിയും വളരെ കൃത്യമായിട്ട് ശാസ്ത്ര ലോകത്തേക്ക് എന്നാൽ വന്നിട്ട് വെറുതെ അല്ല, കൃത്യമായിട്ടുമുള്ള സംഭാവനകൾ, കണ്ടെത്തലുകൾ നടത്തിയ വളരെ പ്രതിഭാധനയായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഓർക്കേണ്ടത്. അപ്പോൾ ഈ പ്രതിഭ എന്ന് പറയുന്നത് അവർക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഒരു ലിസ്റ്റ് തന്നെ പറയാൻ പറ്റും. ആദ്യമായിട്ട് ഒരു സർവകലാശാലയിലെ സയന്റിസ്റ്റ് ആയിട്ട് ജോലി കയറിയ വ്യക്തിയാണ്. അവരുടെ മകള് തന്നെ നൊബേൽ പ്രൈസ് മേടിച്ച മറ്റൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ജൂലിയറ്റ് ക്യൂറിക്ക് 35-ൽ അമ്മയുടെ മരണശേഷം 35-ല് 1934-ലാണ് മാഡം ക്യൂറി മരിക്കുന്നതെങ്കിലും മകൾക്ക് 35-ല് നോബൽ പ്രൈസ് കിട്ടുന്നു. അപ്പം അങ്ങനെ വളരെ ഭർത്താവിന് നോബൽ പ്രൈസ് കിട്ടി, അവർക്ക് നോബൽ 2 എണ്ണം കിട്ടി. അപ്പൊ ഇത്തരത്തിൽ വളരെ സമഗ്രമായിട്ടുള്ള സംഭാവന നൽകിയ ഈ സ്ത്രീയെ പലയിടത്തും അംഗീകരിക്കാൻ അന്നത്തെ സയന്റിസ്റ്റുകൾ പോലും മുതിർന്നിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയായി. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ആളുകൾ പറയും, അയ്യോ അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ പലപ്പോഴും പറയാൻ കഴിയും. കാരണം അവർക്ക് പല കാരണങ്ങളും, അവർ സ്ത്രീയാണ് എന്നുള്ള ബന്ധത്തിൽ പുച്ഛിച്ചുകൊണ്ട് കൊടുത്ത പല സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതായത് ഈ പാരീസിൽ അന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വളരെ പ്രതിഭാധനരായ 2 പേരാണ്, പിയറി ക്യൂറി ആയാലും ഹെൻറി ബെക്കറൽ ആയാലും അല്ലെങ്കിൽ നൊബേൽ പ്രൈസ്, ഫസ്റ്റ് നൊബേൽ പ്രൈസ് ഫിസിക്സിൽ വാങ്ങിച്ച റോൺജൻ ആണ് എക്സ്റേ കണ്ടുപിടിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്റേനെ കുറിച്ചൊക്കെ. അപ്പൊ എക്സ്റേ കണ്ടുപിടിച്ച് ഫസ്റ്റ് നൊബേൽ പ്രൈസ് റോൺജന് കിട്ടിയതായാലും, അല്ലെങ്കിൽ നമ്മൾ ഇനി അടുത്ത് സംസാരിക്കാൻ പോകുന്ന CV രാമൻ ഇഫക്റ്റിന് മുമ്പ് അത് കണ്ടുപിടിച്ച, അല്ലെങ്കിൽ നമ്മുടെ ആകാശത്തിന് നീല നിറം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ആദ്യമായിട്ട് ഉന്നയിച്ച, അല്ലെങ്കിൽ അതിന് ശാസ്ത്രീയമായിട്ടുള്ള വിശകലനം നടത്തിയ റെയ്ലിക്കാണ് ഈ തൊട്ടടുത്ത വർഷം നൊബേൽ പ്രൈസ് കിട്ടുന്നത്. 1904-ൽ നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അപ്പൊ ഇത്രയും ഭയങ്കര പ്രതിഭാധനരായിട്ടുള്ള എന്ന് നമ്മൾ വിചാരിക്കുന്ന ആണുങ്ങളുടെ ഇടയിലാണ് ആദ്യമായിട്ട് ഒരു സ്ത്രീക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അതിനുശേഷം അവരുടെ കോൺട്രിബ്യൂഷൻ അത്രയും വളരെ സൂക്ഷ്മമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആയതുകൊണ്ടാണ് ഇപ്പൊ കെമിസ്ട്രിയിൽ അവർക്ക് 1911-ൽ നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഈ കെമിസ്ട്രിയിൽ അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ, അവർ ആദ്യം കണ്ടുപിടിച്ച ഈ പൊളോണിയം എന്ന് പറയുന്ന മൂലകത്തിന്റെയും റേഡിയം എന്ന് പറയുന്ന മൂലകത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അത് കണ്ടുപിടിച്ചു. കാരണം ഈ റേഡിയത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മളിപ്പോ റേഡിയേഷൻ ചികിത്സകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പൊ റേഡിയേഷൻ ചികിത്സ എന്ന് പറയുന്നത് ഇപ്പൊ ക്യാൻസർ പോലുള്ള ചികിത്സയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൂലകം, അന്ന് അത് ഉപയോഗിച്ച ഒരു വ്യക്തി കൂടിയാണ്. അത് അത്തരത്തിൽ വികസിപ്പിച്ച ഒരു സ്ത്രീ കൂടിയാണ്. ഇവര് സാധാരണ ഒരു സയന്റിസ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഇവരാണെങ്കിൽ എങ്ങനെ ഞാൻ കണ്ടുപിടിക്കുന്ന ഓരോ സാധനങ്ങളും അത് ജനങ്ങളുടെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ മൊത്തം മനുഷ്യ സമൂഹത്തിന്റെ തന്നെ നന്മയ്ക്ക് എത്രത്തോളം ഉപയോഗിക്കാം എന്ന് സ്വന്തം അനുഭവത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് മേരി ക്യൂറി. കാരണം ഇപ്പൊ 1914 നമ്മൾ വേൾഡ് വാർ വന്നപ്പോഴേക്കും ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് പരിക്കേൽറ്റത്, യുദ്ധത്തിൽ മരിച്ചത്. അപ്പൊ ഇവരെയൊക്കെ എങ്ങനെ ചികിത്സിക്കും എന്നുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും സിറ്റിയിലേക്ക് വന്നാൽ മാത്രമേ ആളുകൾക്ക് ചികിത്സ കിട്ടൂ. കാരണം ഹോസ്പിറ്റൽസ് എല്ലാം സിറ്റിയിലായിരിക്കുമ്പോൾ മേരി ക്യൂറിയെ ഒരു വലിയ സാഹസികത തന്നെ ചെയ്ത് മകളും അമ്മയും കൂടി
ഒരു വലിയ അതായത് ട്രക്കുകളിൽ ഒരു മൊബൈൽ യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 200ഓളം മൊബൈൽ യൂണിറ്റ് അവർ ചെറിയൊരു പീരീഡിനിടയിൽ നിർമ്മിച്ച് ഈ യുദ്ധത്തിൽ പരിക്കേറ്റ മനുഷ്യന്മാരെ സംരക്ഷിക്കാനും ചികിത്സിക്കാനും വേണ്ടിയിട്ട് അവർ യുദ്ധമുഖങ്ങളിലേക്ക് പോകുന്ന വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആരും ചെയ്യാൻ ഒരു നിമിഷം മടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു ശാസ്ത്ര പ്രതിഭയായിരുന്നിട്ട് പോലും അവര് കേവലം ശാസ്ത്ര റൂമുകൾക്കകത്തിരിക്കാതെ തന്നെ ജനങ്ങളിലേക്ക് തന്റെ കണ്ടെത്തലുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടത്തിയ വ്യക്തിയാണ് മേരി ക്യൂറി. അതുകൊണ്ട് തന്നെ മേരി ക്യൂറിയെ കുറിച്ച് നമ്മൾ പറയേണ്ടതും പിന്നെ നമ്മൾ സംസാരിക്കേണ്ടതിന്റെയും ഒരു ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഒരു എത്രത്തോളം നമുക്ക് സംസാരിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ മേരി ക്യൂറി എന്ന് പറയുന്നവർ. അപ്പോൾ ഏകദേശം അവരുടെ ഈ മൊബൈൽ വാനുകളുടെ ഒരു കണക്ക് തന്നെ പറയുന്ന ഏകദേശം ഒരു 10 ലക്ഷം ആളുകളോളം, ഓവർ എ മില്യൺ എന്നാണ് കണക്ക് പറയുന്നത്, ആളുകളെ സംരക്ഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ള. ഇവര് കണ്ടുപിടിച്ച ഈ ടെക്നോളജി, ഈ പറയുന്ന റേഡിയോളജിക്കൽ വെഹിക്കിൾ അല്ലെങ്കിൽ റേഡിയോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ്, അങ്ങനെയുള്ള നിരവധി യൂണിറ്റുകൾ അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ആ നിരവധി യൂണിറ്റുകൾക്കും നേതൃത്വം കൊടുക്കാൻ ഈ മേരി ക്യൂറിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവർ അതുവഴി തൻ്റെ അറിവിനെ ജനങ്ങളുടെ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി, രാജ്യത്ത് വലിയ യുദ്ധം പോലുള്ള കടുത്ത പ്രതിസന്ധി വരുമ്പോൾ അതിൽ തൻ്റെ ശാസ്ത്ര അറിവും അതുപോലെ അതിനു വേണ്ട എല്ലാ തരത്തിലുള്ള എഫേർട്ടും എടുത്ത് പിന്നെ ആളുകളിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റത് തന്നെ അതിന് അവര് ചെയ്തിരുന്ന എക്സ്റേ, ഞാൻ നേരത്തെ പറഞ്ഞ റോൺജൻ കണ്ടുപിടിച്ച എക്സ്റേ, ആ ടെക്നോളജിയും റേഡിയേഷൻ ടെക്നോളജിയും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ഇവർ ഇതിനു വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 17 വയസ്സ് പ്രായമുള്ള മകളെയാണ് ഇതിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവര് ഈ പറയുന്ന എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ചെയ്യുന്നത്. അപ്പം എത്രത്തോളം കമ്മിറ്റഡ് ആണ് അവരുടെ ഒരു ജീവിതം എന്ന് മനസ്സിലാക്കണം. അവരുടെ അറിവിനോടും അതുപോലെ കണ്ടെത്തലുകളോടും ആ കണ്ടെത്തലിന്റെ ഒരു സാമൂഹിക ഉത്തരവാദിത്വത്തിനോടും ഉള്ള, അല്ലെങ്കിൽ അതിന്റെ സാമൂഹികമായ പ്രസക്തി എന്ന് നമ്മൾ പറയുമെങ്കിലും ആ സാമൂഹികപരമായുള്ള ഒരു ആപ്ലിക്കേഷൻ അത് എത്രത്തോളം ഇഫക്റ്റീവായി നടത്താം എന്നുള്ളതും കൂടി അവർ പരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള ഒരു പരീക്ഷണ അവസ്ഥ തന്നെയാണ് അവരുടെ ജീവിതത്തിലൂടെ അവർ കടന്നുപോയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം മറ്റൊരു പ്രധാന കാരണം അവര് ഇപ്പൊ നമ്മളിപ്പം CV രാമനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹം തനി ഇന്ത്യക്കാരൻ എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷെ ഇവർ ഒരു ഫ്രഞ്ച് ഫ്രാൻസിൽ പോയി പാരീസിൽ താമസിച്ചു, എന്നിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തു, പൗരത്വമൊക്കെ എടുത്തു. എന്നിട്ട് പോലും ഒരിക്കലും അവരുടെ സ്വരാജ്യത്തിനെ അവർ തള്ളിപ്പറഞ്ഞിട്ടില്ല. അവരുടെ ഉദാഹരണത്തിന് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം അവർ സ്ഥാപിച്ചത് ഒന്ന് വാഴ്സയിലാണ്, അതായത് പോളണ്ടിന്റെ തലസ്ഥാനത്താണ്, മറ്റൊന്ന് പാരീസിലാണ്. അപ്പൊ 2 സ്ഥലത്തിനെ ഒരേപോലെ പ്രണയിച്ചിരുന്ന വ്യക്തി കൂടിയാണ് മരിയ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞ സ്വന്തം രാജ്യത്ത് നിന്ന് ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി വേറൊരു രാജ്യത്ത് പോകുമ്പോൾ സ്വന്തം രാജ്യം മറക്കേണ്ടതില്ല എന്നുള്ളതിന്റെ കൂടി ഒരു കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലാണ് മേരി ക്യൂറിയുടെ ലൈഫ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. പിന്നെ അവരുടെ സംഭാവനകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചെറുതല്ല. കാരണം ഇന്ന് ആധുനിക ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ക്യാൻസർ ചികിത്സ പോലുള്ള സാധനമാണ്. അപ്പൊ ക്യാൻസർ ചികിത്സയുടെ എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൊബൈൽ യൂണിറ്റ് അവർ സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനം ഈ വികിരണ ഊർജത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ ആ തരത്തിൽ അവരുടെ കോൺട്രിബ്യൂഷൻ കേവലമായിട്ടുള്ള ഫിസിക്സിലോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലോ മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് മെഡിക്കൽ സയൻസിൽ കൂടി മെഡിക്കൽ സയൻസിന്റെ അഡ്വാൻസ്മെന്റിന് എനിക്ക് തോന്നുന്നു ഇത്രയധികം സംഭാവന ചെയ്ത വേറൊരു വ്യക്തി ഉണ്ടാവില്ല എന്നാണ്. കാരണം ഈ എല്ലാ ഫീൽഡിലും ഒരേപോലെ അവരുടെ കോൺട്രിബ്യൂഷൻ ഫിസിക്സിലുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ കെമിസ്ട്രിയിലുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന ഫിസിയോളജിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന
ക്യൂർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള തരത്തിൽ നമുക്കൊരു അസുഖം ഉണ്ടായാൽ എങ്ങനെ അതിനെ പരിചരിച്ച് സുഖപ്പെടുത്താം എന്നുള്ള തലത്തിലുള്ള കണ്ടെത്തലുകളെല്ലാമാണ് മേരി ക്യൂറി നടത്തിയിരിക്കുന്നത്. അവരുടെ റേഡിയേഷൻ തെറാപ്പി, നമുക്ക് പലതരത്തിലുള്ള റേഡിയേഷൻ തെറാപ്പി, റേഡിയം അതിനുവേണ്ടി ഉപയോഗിക്കാം എന്നുള്ള തരത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ന്യൂക്ലിയർ സയൻസിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് സാധനം, ക്വാണ്ടം മെക്കാനിക്സ്, ഫോട്ടോൺസിന്റെ ഡെവലപ്മെന്റ്സ്, അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള, വളരെ എനിക്ക് തോന്നുന്നു സസൂക്ഷ്മമായിട്ടുള്ള ഒരു വിലയിരുത്തലും അതുപോലെ തന്നെ ഒരു കോൺട്രിബ്യൂഷനും നടത്തിയ പ്രതിപാദനയായ ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന മേരി സ്കോഡോസ്ക ക്യൂറി എന്ന് പറയുന്ന മാഡം ക്യൂറി. അപ്പോൾ അവരെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇത്രയും മതിയാകും. പിന്നെ നമുക്ക് അടുത്ത കഥ എന്ന് പറയുന്നത് നമ്മളെ സി വി രാമനെ കുറിച്ചാണ്. സി വി രാമനും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ സി വി രാമനും ഇനി ക്യൂറിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഞാൻ അവസാനം പറയാം, അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പം സി വി രാമനും അതുപോലെ വളരെ ബ്രൈറ്റ് ആയിട്ട്, നിങ്ങളുടെയൊക്കെ പ്രായം ഉണ്ടായിരിക്കുമ്പോൾ സി വി രാമൻ പിന്നെ ഡിഗ്രി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇമാജിൻ ഒരു 14-ാം വയസ്സിൽ സി വി രാമൻ എന്ത് ചെയ്തു? 14-ാം വയസ്സിൽ സി വി രാമൻ ഡിഗ്രിക്ക് ചേർന്നു. 14-ാം വയസ്സിൽ, നിങ്ങൾ 10-ാം ക്ലാസ്സിലാകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ 9-ാം സ്റ്റാൻഡേർഡിലാണ് കേരളത്തിൽ പഠിക്കുന്നത്. പക്ഷെ സി വി രാമൻ 14-ാമത്തെ വയസ്സിൽ പ്രസിഡൻസി കോളേജിലേക്ക് പിന്നെ ജോയിൻ ചെയ്തു. അപ്പോൾ എത്ര ബ്രൈറ്റ് ആണ് അദ്ദേഹത്തിന്. 11-13 വയസ്സിൽ അദ്ദേഹം +2 13-ാം വയസ്സിൽ പാസ്സായി. നമ്മുടെ ഇന്നത്തെ ഇക്വലൻസ് ആണ് +2. 11-ാം വയസ്സിൽ 10-ാം ക്ലാസ് പാസ്സായി. അപ്പൊ അത്ര ചെറുപ്രായത്തിൽ എത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ആലോചിച്ചോ. ഡിഗ്രി അദ്ദേഹം 14-ാം ക്ലാസ്സിൽ, അതായത് 3 വർഷം പഠിക്കണമല്ലോ ഡിഗ്രിക്ക്. 17-ാം വയസ്സിൽ അദ്ദേഹം MA ജോയിൻ ചെയ്തു ഫിസിക്സിൽ. അന്ന് MA ഫിസിക്സാണ്. അപ്പൊ MA ഫിസിക്സിന് 17-ാം വയസ്സിൽ ജോയിൻ ചെയ്തു. നിങ്ങൾ +1 പഠിക്കാൻ പോകുന്ന സമയമാണ് പറയുന്നത്, പുള്ളി MA പഠിക്കുകയാണ്. അപ്പൊ ഇത്രയും ബ്യൂട്ടിഫുൾ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുക. അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ച. അദ്ദേഹം 18-ാം വയസ്സിൽ അദ്ദേഹം ഒരു പ്രബന്ധം രചിച്ചു, ഒരു ലേഖനം എഴുതി. ഓക്കെ, നമ്മൾ പത്രത്തിലൊക്കെ വരുന്ന ഒരു ആർട്ടിക്കിൾ എഴുതി. അത് ഫിസിക്സ് മാഗസീൻ, പിന്നെ വലിയൊരു ഫിലോസഫിക്കൽ മാഗസീൻ എന്ന് പറയുന്ന ഒരു മാഗസീനിൽ പ്രകാശനം ചെയ്തു. അത് യഥാർത്ഥത്തിൽ ലൈറ്റിനെ കുറിച്ചാണ്. ലൈറ്റിനെ കുറിച്ച് 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രബന്ധം എഴുതി. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റേലി എന്ന് പറയുന്ന പിന്നെ നമ്മുടെ ആകാശത്തിന് നീല നിറം എന്ന് എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ തന്ന ഒരു ശാസ്ത്രജ്ഞന് അദ്ദേഹത്തിനെ 18 വയസ്സുള്ള ഈ സി വി രാമനെ പ്രൊഫസർ സി വി രാമൻ എന്ന് പറഞ്ഞിട്ടാണ് കത്തയച്ചത്. പ്രൊഫസർ സി വി രാമൻ, നിങ്ങളുടെ പിന്നെ ലേഖനം വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ 18 വയസ്സ് ടീനേജ് ബോയിനെയാണ് പ്രൊഫസർ എന്ന് ആര് വിളിച്ചപ്പോ ആലോചിച്ച് നോക്കാം. നോബൽ പ്രൈസ് വാങ്ങിച്ച ആളാണ്. അപ്പൊ 1904 നൊബേൽ പ്രൈസ് എന്ന് പറയുന്ന പ്രൈസ് മേടിച്ച റൈലി ഈ പറയുന്ന സി വി രാമന് കത്തയക്കുന്നത് വളരെ ചെറുപ്രായത്തിൽ 2000. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എത്ര വയസ്സായി? 18 വയസ്സെന്ന് പറയുമ്പോൾ എപ്പോഴാ? 1906. 1906 കത്തയക്കാണ്. നൊബേൽ പ്രൈസ് വാങ്ങിച്ച ഉടനെ അദ്ദേഹം കത്തയക്കാണ്, പ്രൊഫസർ സി വി രാമൻ, നിങ്ങളുടെ ലേഖനം ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കത്തയക്കുന്നത്. അപ്പൊ ആലോചിച്ചു, അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ്. എന്നാലോ അദ്ദേഹത്തിന്റെ ടീച്ചറിന് ആ എഴുതിയ ലേഖനം കൊടുത്തപ്പോൾ അവരാരും വായിച്ചില്ല എന്നാ പുള്ളി പറഞ്ഞത്. അപ്പൊ നമ്മുടെ സയൻസിനോടുള്ള അദ്ദേഹത്തിന്റെ എത്ര ഇഷ്ടമുണ്ട് എന്നുള്ളതിനെ കാണിക്കാനാണ് ഞാൻ ഈ കഥ പറയുന്നത്. അപ്പം അത്ര പ്രതിപാദനനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ രണ്ടാമത്തെ ആൾ, ഇന്ന് നവംബർ 7 ജനിച്ച സി വി രാമൻ. അപ്പോൾ ആ സി വി രാമന്റെ പഠനത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നിങ്ങൾ സി വി രാമന്റെ, എനിക്ക് തോന്നുന്നത് രാമൻ ഇഫക്റ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പ്രകീർണനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പലയിടത്തും. എങ്ങനെയാണ് ലൈറ്റ് ഇങ്ങനെ മാറുന്നത് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ പിന്നെ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ് എങ്ങനെ സ്കാറ്റർ ചെയ്യുന്ന, ഇംഗ്ലീഷിലാണെങ്കിൽ ലൈറ്റ് രാമൻ സ്കാറ്ററിങ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനൊക്കെ മുമ്പ് അദ്ദേഹം യഥാർത്ഥത്തിൽ വർക്ക് ചെയ്തിരുന്നത് എന്തിലാണെന്നറിയാം? ശബ്ദ തരംഗങ്ങളിലായി.
ഓക്കെ, അതായത് ശബ്ദശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ. എങ്ങനെയാണ് മൃദംഗത്തിന്റെ ശബ്ദം തബലയുടെ ശബ്ദത്തെക്കാൾ വ്യത്യസ്തമാകുന്നത്? തബലയുടെ ശബ്ദവും മൃദംഗത്തിന്റെ ശബ്ദവും എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്നത്? അപ്പോ അല്ലെങ്കിൽ പിന്നെ വീണ എങ്ങനെയാണ് മനോഹരമായി നമുക്ക് ശ്രവിക്കാൻ കഴിയുന്നത്? ഇതിനെയൊക്കെ കുറിച്ച് ആദ്യമായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനം, തിയറി, സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു തിയറി ആവിഷ്കരിക്കുന്ന ആളാണ് CV രാമൻ. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഇന്നും പ്രസക്തമാണ്. അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിന്റെ തന്നെ ഒരു ശാഖയാണ്. ആ അക്കോസ്റ്റിക്സില് പ്രത്യേകിച്ച് ശബ്ദശാസ്ത്രം എന്നാണ് പറയുന്നത്. അതില് ലൈറ്റിന്റെയും ശബ്ദത്തിന്റെയും എന്താണ് കൂടിച്ചേരൽ എത്തരത്തിലുള്ള വൈബ്രേഷൻ, ഡിഫറെന്റ് തരത്തിലുള്ള വൈബ്രേഷൻ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ള പഠനമാണ് CV രാമൻ നടത്തിയിരുന്നത്. പക്ഷെ ഞാൻ തുടക്കത്തിൽ ഈ കഥയിലേക്ക് വരാൻ മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. CV രാമൻ വലിയ ബുദ്ധിമാനായിട്ടുള്ള ഒരു ഫിസിക്സ് സ്റ്റുഡന്റ് ആയിരുന്നു. അദ്ദേഹം 19ാമത്തെ വയസ്സിൽ MA ഫിസിക്സ് കിട്ടി. പക്ഷേ അദ്ദേഹത്തിന് ഫിസിക്സിൽ ഗവേഷണമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ. കാരണം അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല പുള്ളിക്ക്. അന്ന് ഗവേഷണത്തിന് വേണ്ടി എല്ലാവരും ഇംഗ്ലണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇംഗ്ലണ്ടിലൊന്നും പോകാൻ കഴിഞ്ഞില്ല, കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അന്ന് ഇവിടുത്തെ പിന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ ബ്രിട്ടീഷ് എംബസി എന്ന് പറയുകയുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോകാത്തത്. അപ്പൊ പിന്നെ പുള്ളിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം സിവിൽ സർവീസ് ജോയിൻ ചെയ്തു. നമുക്ക് ഇന്നറിയാം, അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലെ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ആയിട്ട് 1ാം റാങ്കോട് കൂടി CV ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം കൽക്കട്ടയിൽ പോവുകയും കൽക്കട്ടയിൽ പോയിട്ട് അവിടെ പിന്നെ അതുവരെ ഒരു തരത്തിലുള്ള സയന്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ശാസ്ത്രീയ ബോധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ചില കൂട്ടായ്മകൾ കൽക്കട്ടയിലുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഫിസിക്സിന് ഭയങ്കര താല്പര്യമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറയുന്ന സ്ഥലത്ത് ചേർന്ന് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുകയും അല്ലെങ്കിൽ അവരുമായിട്ട് കൂടിച്ചേർന്ന് അവരുടെ ഒഴിവ് സമയങ്ങളിൽ, അദ്ദേഹത്തിന്റെ ഒഴിവ് സമയങ്ങളിൽ അവിടെ പോയിട്ട് കുറെ പേപ്പറുകളൊക്കെ ചെയ്തു. ആ പേപ്പറുകളാണ് ഞാൻ നേരത്തെ ശബ്ദ തരംഗങ്ങളെ കുറിച്ചാണ്. അതിന് വേറൊരു കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ലോകസുന്ദരി എന്ന്. അപ്പൊ പുള്ളിക്കാരി ഭയങ്കര മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കുന്നയാളാണ്. എനിക്ക് തോന്നുന്നത് അതിൽ നിന്നായിരിക്കും പിന്നെ CV രാമന് ഈ അക്കൗസ്റ്റിക് ഫിസിക്സിലേക്ക്, അല്ലെങ്കിൽ ഫിസിക്സിലെ തന്നെ ഈ അക്കൗസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ കുറെ എഴുതാനും അതനുസരിച്ച് തിയറികൾ ഉണ്ടാക്കാനും ഒക്കെ കഴിഞ്ഞതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അത് ആരും പറയുന്നില്ലെങ്കിലും അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വൈഫ് ഇദ്ദേഹത്തിന് ഒരു വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ആളാണെന്ന് പറയുന്ന ഒരു അക്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈഫിന്റെ ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന്റെ ഫിസിക്സിൽ വന്നിട്ടുണ്ട്, ഫിസിക്സിന്റെ നോളജിൽ വന്നിട്ടുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അക്കൗസ്റ്റിക് സയൻസിന്റെ വലിയ പ്രബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിന് എഴുതാൻ, ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതാൻ അദ്ദേഹത്തിന്. പക്ഷെ ഇതിനേക്കാൾ അദ്ദേഹത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അക്കൗസ്റ്റിക് സയൻസിലൊക്കെയുള്ള പേപ്പർ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പിന്നെ ഇംഗ്ലണ്ടില് ഒരു മീറ്റിങ്ങിന് പോകാൻ കഴിയുകയും ആ മീറ്റിങ്ങിലാണ് നിങ്ങൾക്കെല്ലാം അറിയാം എന്നുള്ള കഥ. അതായത് ഇങ്ങനെ മെഡിറ്ററേനിയൻ കടലിലൂടെ അദ്ദേഹം കപ്പലിൽ ഇങ്ങനെ വരുമ്പോൾ ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം റെയ്ലി പറഞ്ഞ പ്രകാശത്തിന്റെ പ്രകീർണനമാണെങ്കിൽ ഈ ഭൂമി അല്ലെങ്കിൽ വെള്ളത്തിലെ നീല നിറം അതിന്റെ റിഫ്ലക്ഷൻ ആണെന്ന് പറഞ്ഞത് എത്ര മണ്ടത്തരമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയത്. കാരണം റെയ്ലി പറഞ്ഞത് ആകാശത്തില് പ്രകീർണനം കൃത്യമായി നടക്കുന്നുണ്ട്, പ്രകാശം പ്രകീർണനം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യുന്നുണ്ട്. ആ സ്കാറ്റർ ചെയ്യുന്ന ആ കളർ നമുക്ക് നീലയായിട്ട് അതുകൊണ്ട് കാണാൻ കഴിയുന്നു. വേറെ എല്ലാ സാധനത്തിനെ അല്ലെങ്കിൽ സൂര്യനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള നിറത്തിൽ കാണാൻ കഴിയുന്നു. നേരെ മറിച്ച് ആ നീല നിറത്തിന്റെ റിഫ്ലക്ഷൻ ആണ് കടലിന്റെ നീല നിറം എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്. അപ്പോ തന്റെ കയ്യിലുള്ള ഒരു ചെറിയ ഒരു ഉപകരണത്തിന്റെ സഹായം, ഒരു പ്രിസമിന്റെയും ഒരു പിന്നെ സ്പെക്ട്രോമീറ്ററിന്റെയും സഹായത്തോടു കൂടിയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ
സംഗതി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ അദ്ദേഹം ആ വഴിയിൽ തന്നെ ഇതിനെക്കുറിച്ച് എഴുതുകയും അദ്ദേഹം നേച്ചറിൽ അത് അയച്ചു കൊടുക്കുകയും, നേച്ചർ എന്ന് പറയുന്നത് എല്ലാ സയന്റിസ്റ്റുകൾക്കും തങ്ങളുടെ ഏറ്റവും നല്ല തങ്ങളുടെ ഒരു ലേഖനമെങ്കിലും നേച്ചറിൽ പബ്ലിഷ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എല്ലാ സയന്റിസ്റ്റുകൾക്കും. അതിപ്പോ ഫിസിക്സ് എന്നല്ല, കെമിസ്ട്രി എന്നല്ല, ബയോളജി എന്നല്ല, എല്ലാ ഇക്കണോമിക്സിലുള്ളവരുണ്ട്. എല്ലാവർക്കും നേച്ചർ എന്ന് പറയുന്ന പിന്നെ മാഗസീനിൽ തങ്ങളുടെ കണ്ടെത്തലുകൾ അയച്ചു കൊടുക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം അയച്ചു കൊടുത്തു, അത് പബ്ലിഷ് ചെയ്ത് വരികയും ചെയ്തു. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നേരത്തെ റെയ്ലി പറഞ്ഞ അതേ സാധനം തന്നെയാണ്. റെയ്ലി പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ സ്കാറ്റർ ചെയ്യുകയാണെങ്കിൽ, ലൈറ്റ് ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ പിന്നെ ഏതെങ്കിലും കുറെ കണികകളിൽ തട്ടി അപ്പോൾ അതിന്റെ പാത്തിന് ഡിഫറൻസ് വരും. അപ്പൊ അങ്ങനെ പാത്ത് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഡിഫറൻസ് കൂടുതൽ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഏറ്റവും കുറഞ്ഞ നീല നിറത്തിനാണ് ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആകാശത്തിന് നീല നിറം. വളരെ സിമ്പിൾ. അപ്പൊ ഇദ്ദേഹം ആ സെയിം സാധനം തന്നെയാണ് പറയുന്നത്. പക്ഷേ റെയ്ലി ഒരു കാര്യം പറഞ്ഞു, ഇവിടെ എല്ലാം ഈ പറയുന്ന ഇടിക്കുന്ന അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ഈ പിന്നെ ഫോട്ടോൺസ് വന്ന് ഇടിക്കുകയും അത് ഇലാസ്റ്റിക് ആയിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാല് ഇതിന്റെ ഊർജ നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഈ ഇടിച്ച് കളർ മാറും, ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ, ഒരിക്കലും ഊർജ നഷ്ടം ഉണ്ടാവുന്നൊന്നും ആര് പറഞ്ഞിട്ടില്ല? റെയ്ലി പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് CV രാമൻ അങ്ങനെയല്ല, അത് കുറച്ച് ഊർജ നഷ്ടപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിനെയാണ് രാമൻ ഇഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ രാമൻ ഇഫക്റ്റ് ഒക്കെ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്ത ഒരു പിന്നെ ഒരു സാഹചര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരുപാട് ഗവേഷണം നടത്തുകയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളുമായിട്ട് ചേർന്ന് അദ്ദേഹം ഒരുപാട് ഗവേഷണം നടത്തുകയും പല വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് നടത്തുകയും പിന്നെ കൃഷ്ണന്റെ കൂടെ നടത്തിയ എക്സ്പെരിമെന്റിൽ അദ്ദേഹത്തിന് അതിനുള്ള റിസൾട്ട് കിട്ടുകയും അതാണ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് 1928 തന്നെയാണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ഈ പ്രതിഭ കൊണ്ട് ഇദ്ദേഹം ഈ ലൈറ്റ്സിനെ കുറിച്ച് ഒരുപാട് പഠനം നടത്തി ഒരുപാട് പ്രബന്ധം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ പല മെഡലും അദ്ദേഹത്തിന് കിട്ടി. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇംഗ്ലണ്ടിൽ പോയത് തന്നെ ഒരു മെഡൽ മേടിക്കാൻ. അപ്പോൾ ആ മെഡൽ മേടിച്ച് തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നൊബേൽ സമ്മാനത്തിനേക്കാൾ കുറഞ്ഞൊരു സാധനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത 5 വർഷത്തിനിടയിൽ ഞാനിത് വാങ്ങിച്ചിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ആ 5 വർഷത്തിന് മുമ്പ് നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. എത്ര ഡിറ്റർമിൻഡ് ആയിട്ടാണ് ഒരു പ്രതിഭ വർക്ക് ചെയ്യുന്നതിന്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഉദാഹരണം. അപ്പൊ ഇത് തന്നെയാണ് ഇദ്ദേഹം ചെയ്തത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തലിനും വേറെ പല ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുമായിട്ടൊക്കെ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട് എന്നുള്ളതും പലരും പറയും. പക്ഷെ ഇത് യുണീക്കാണ്. ഇദ്ദേഹത്തിന്റെ കണ്ടെത്തൽ വളരെ യുണീക്കാണ്. കാരണം അദ്ദേഹത്തിന്റെ ഈ രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്ന സാധനം മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ 1 millionth ഇതിലാണ് ഒരു കേസിലാണ് ഈ ഡിഫറൻസ് സംഭവിക്കുന്നത്. മോളിക്യൂൾ ഇന്ററാക്ഷൻ നടക്കുന്നതിൽ 1 million എന്ന് പറഞ്ഞാൽ 10 ലക്ഷം കണികകളിൽ ഒരെണ്ണം മാത്രമാണ് ഇത്തരത്തിൽ ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്നുള്ളത് കൊണ്ടാണ് രാമൻ ഇഫക്റ്റ് വളരെ ചെറിയ വീക്കായിട്ടുള്ള ഒരു ഇഫക്റ്റ് ആയിട്ടാണ് പൊതുവിൽ കണക്കാക്കുന്നതെങ്കിലും, പക്ഷെ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് യഥാർത്ഥത്തിൽ അതുവരെ ശാസ്ത്ര ലോകത്തിന് അതുവരെ കിട്ടിയിരിക്കുന്ന മെസ്സേജുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹം ഇത് ഇനിലാസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഈ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ ലൈറ്റിന് തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ പാക്കറ്റ് ഓഫ് എനർജിക്ക് അല്ലെങ്കിൽ ഫോട്ടോൺസിന് യഥാർത്ഥത്തിൽ ഊർജ്ജ നഷ്ടം ഉണ്ടാക്കുന്നു. ഒരു മോളിക്യൂൾസ് വന്ന് പരസ്പരം ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നു. ആ ഊർജ്ജ നഷ്ടത്തിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഡയറക്ഷൻ മാറുകയും അതിൽ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ എന്താണ് പാക്കറ്റ് ആയിട്ടുള്ള പാക്കറ്റ് എന്നല്ല അതിന് പറയുന്നത്, ഊർജ്ജ നഷ്ടം ഉണ്ടാക്കുകയും അതിന് വ്യത്യസ്തത അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുന്നത് പാത്തിന് ഡിഫറൻസ് വരികയും ചെയ്യും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു നീല ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് വന്ന് ഇടിച്ചിട്ട് അതിന്റെ പാത്ത് ഡിഫറൻസ് വരുന്നത് അതൊരു ഗ്രീൻ ലൈറ്റ് ആയിട്ട് എമിറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. ഒരു ബ്ലൂ ലൈറ്റ് ഒരു ഗ്രീൻ ലൈറ്റ് ആയിട്ട് പോവും. അതേസമയം തന്നെ അതൊരു വൈബ്രേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ പറയുന്ന ഇഫക്റ്റിനെ മെഷർ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്തരത്തിൽ വളരെ സമഗ്ര നമുക്കൊക്കെ എങ്ങനെയാ ഇത് സംഭവിക്കുക എന്നൊക്കെ ചോദിച്ചാൽ
അതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ മഴവിൽ ഉണ്ടാക്കാൻ നമ്മൾ എല്ലാ കുട്ടികളും ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. വെള്ളം ഊതിയിട്ട് ലൈറ്റ് അടിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് നമ്മളിങ്ങനെ ഊതി കളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് നോക്കുക. സ്പ്രേ ചെയ്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മഴവിൽ ഇങ്ങനെ ഫോം ചെയ്യുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഈ ലൈറ്റ്, ഈ പറയുന്ന ജലകണിക, നിങ്ങൾ ഏറ്റവും കൂടുതൽ ജലകണിക കൂടിയ തോതിൽ സ്പ്രേ ചെയ്യുമ്പോഴാണ്, എന്ന് പറഞ്ഞാൽ ജലാംശത്തിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് നല്ല നിറത്തില് മഴവില് അല്ലെങ്കിൽ ഈ പറയുന്ന വിബ്ജിയർ കാണാൻ കഴിയുന്നത്. അപ്പം ഡിഫറെന്റ് ഫ്രീക്വൻസി അത് സംഭവിക്കുന്ന ഈ ഡീവിയേഷൻ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് ഇമ്മീഡിയറ്റ്ലി കാണാൻ പറ്റുന്ന നീല നിറമാണ്. കാരണം അത് കുറച്ചും കൂടി വിസിബിലിറ്റി കൂടുതൽ അതിന് ഈ പറയുന്ന എന്താണ് ചിതറും, അത് കൂടുതൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു വിദ്യയാണ് ഇത് കണ്ടുപിടിച്ചത്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് വേറെ ഒരുപാട് കണ്ടെത്തലുകളുണ്ട്. ഉദാഹരണത്തിന് ഫോട്ടോൺസിന്റെ സ്പിന്നിങ്ങിനെ കുറിച്ചിട്ടുള്ള. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഇതെല്ലാം തരുന്നത് ക്വാണ്ടം ഫിസിക്സിന് വലിയ ഒരു കോൺട്രിബ്യൂഷന് ഒരു പരിധി വരുന്നത്. ലൈറ്റ് യഥാർത്ഥത്തിൽ പാക്കറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളതിന്റെ വലിയൊരു തെളിവ് കൂടിയാണ് യഥാർത്ഥത്തിൽ CV രാമന്റെ ഈ ചെറിയ എന്നാൽ വളരെ വലിയ ഇഫക്റ്റ് ഉള്ള കണ്ടെത്തലുകളിലൂടെ. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പൊ രാമൻ സ്പെക്ട്രോസ്കോപ്പി, അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇന്ന് ഉപയോഗിക്കാത്ത ഒരു ഒരു ലാബുകളും ഇല്ല. കാരണം ഈ പറഞ്ഞ മോളിക്യുലർ ഫിംഗർ പ്രിന്റ്, അതായത് ഇതിങ്ങനെ നമ്മൾ ഈ ലൈറ്റ് ഒരു സാധനത്തിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ പോയ തരി അല്ലെങ്കിൽ ആ പോയ മോളിക്യൂൾ എന്താണെന്ന് നമുക്ക്, അതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ഒരു കണ്ടെത്തല് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ശരീരത്തിലൂടെ, ഇപ്പൊ ഉദാഹരണത്തിന് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ നേച്ചർ ഓഫ് ക്യാൻസർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഈ മെക്കാനിസം ഉപയോഗിച്ചാണ്, ഈ ലൈറ്റിന്റെ മെക്കാനിസം ഉപയോഗിച്ചാണ്. ഇത് നമ്മുടെ കോശത്തിന്, നേരത്തെ നമ്മളെ മാഡം ക്യൂറി ചെയ്തത് റേഡിയേഷൻ ഉണ്ടാകുമെന്നെങ്കിൽ ഇവിടെ റേഡിയേഷൻ അത്തരത്തിലുള്ള വലിയൊരു റേഡിയേഷൻ ഉണ്ടാകുന്നില്ല. എന്നാൽ വളരെ ചെറിയ റേഡിയേഷൻ, മറ്റേ കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ തോതിലുള്ള ഡിറ്റക്ഷന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ശരീരത്തിലെ ഓരോ മോളിക്യൂൾസ് ഏതാണ് അതിന്റെ റിയൽ ഫിംഗർ, അതിന്റെ ഒരു എന്താണ് കൈപ്പാട് അല്ലെങ്കിൽ ഒരു ഫിംഗർ പ്രിന്റ് എന്താണ് എന്നുള്ളത് നമുക്ക് വെച്ചിട്ട് അത് ഏത് തരത്തിലുള്ള അവസ്ഥയിലാണെന്നൊക്കെ നമ്മുടെ ശരീരത്തിനെയൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ലാബുകളിലും ഇത് ഉപയോഗിക്കുന്നത്. സെയിം ദ കേസ് ആണ് നമുക്ക് ക്യൂറിന്റെ ഗവേഷണം, റേഡിയേഷൻ ചികിത്സയിലൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ബേസിക്കലി ഇവരുടെ രണ്ടുപേരുടെയും പഠനങ്ങൾ വളരെ കൃത്യമായിട്ട് ഇന്ന് ആധുനിക ലോകത്തിൽ ക്യാൻസർ ചികിത്സയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇടയ്ക്ക് വേറെ എക്സ്റേ ഇതെല്ലാം മാറ്റിയിട്ട് വന്നെങ്കിലും പുതിയ ഉപകരണങ്ങളിലെല്ലാം വർദ്ധിച്ച തോതിൽ തന്നെ റേഡിയേഷൻ അല്ലെങ്കിൽ ഈ കിരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഐസോടോപ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം നടത്തുന്നുണ്ട്. അപ്പൊ ആ തരത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ, പിന്നെ ഇവർ രണ്ടുപേരും ഒരു തരത്തിൽ പറഞ്ഞ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളർച്ചയിൽ എനിക്ക് തോന്നുന്നത് ഫിസിക്സിന്റെ 20th സെഞ്ചുറിയിലെ കോൺട്രിബ്യൂഷൻ ഉള്ള ഈ മേഖലയിലേക്കുള്ള പഠനത്തിലേക്ക് ഇവർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേര് രണ്ട് തരത്തിലാണ്, ഒരാളെ ലൈറ്റിന്റെ രൂപത്തിലും മറ്റൊരാളെ റേഡിയേഷന്റെ രൂപത്തിലും അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ രൂപത്തിലും ഉള്ള കോൺട്രിബ്യൂഷൻസ് നടത്തി എന്നുള്ളത് വളരെ രസകരമാണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും, അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രതിഭകളെ കുറിച്ചും ഓർക്കാനും ഈ വേദിയിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ വേദിയിലേക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു പ്രത്യേകതയാണ്. എനിക്കിതിന് അവസരം തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം.